ജേതാക്കളെ, ഞാൻ ഈ നൊബേൽ പറയണമെന്ന് പറഞ്ഞാൽ നൊബേൽ എല്ലാവർക്കും അറിയാന്നുണ്ട്. നൊബേൽ ജേതാക്കൾ, ആയിരക്കണക്കിന് ജേതാക്കളെ ഉണ്ടാക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറും. ഈ ചോദ്യമാണ് അവരെൻ്റെ അടുത്ത് എറിഞ്ഞത്. കാരണം ഞാനും അവരുടെ അടുത്ത് സംസാരിച്ചിരുന്നപ്പോൾ അവർക്ക് തോന്നിയത് കൊണ്ടായിരിക്കും അറിഞ്ഞത്. അപ്പൊ എന്റെ അവരെ വീവോ ആയിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം എനിക്ക് അത്രയും ഒരു ചിന്ത പോലും വന്നിട്ടില്ല കേട്ടോ. കാരണം അപ്പൊ അവരൊക്കെ നമ്മൾ ഈ കേരള സംസ്ഥാനത്തെ എത്ര എത്ര രീതിയിൽ മറ്റുള്ളവർ വാച്ച് ചെയ്യണം നിങ്ങൾ നോക്കിയേ. നമ്മൾ കുറെ പേര് വാച്ച് ചെയ്യണമെന്ന് പറയണം, പുറത്തിരുന്ന് വാച്ച് ചെയ്യണം. നമ്മളെ വീട്ടിന്റെ അയൽവാസി അടുത്ത വീട്ടിൽ ആര് വരണം എന്ന് നോക്കണ വാച്ച് ചെയ്യണമല്ല. ഞാൻ അതല്ല പറഞ്ഞത്. നമ്മളെ കേരളത്തെ പുറത്തിരുന്ന് എത്ര പേര് വാച്ച് ചെയ്യണം നോക്കി. അവരൊരുപാട് പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ യുവതലമുറ, എന്നെയല്ല, ഞാൻ കാലം ചെയ്തു കഴിഞ്ഞു, എൻ്റെ ജനറേഷനെ അല്ല, പുതിയ യുവതലമുറയെ ഒരു വല്ലാതെ വ്യഗ്രതയോടെ, കാരണം അവരാഗ്രഹിച്ച് അവരെ മക്കൾക്ക് കൊടുക്കാൻ പറ്റാതൊക്കെ പലതും കേരളത്തിൽ ചെയ്യാൻ പറ്റുമെന്നാണ് അവർ എൻ്റെ അടുത്ത് ചർച്ചയല്ല, ഞങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിച്ചോ പറഞ്ഞത്. അത് എന്നെ നന്നായിട്ട് ഫീൽ ചെയ്ത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യണത്. അതെനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. കാരണം പലതും ചെയ്യാൻ എന്തെങ്കിലും വലിയ രീതിയിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് അവർ കേരളത്തെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവരടുത്ത് എന്നെ ഏറ്റവും ഹാർഷ് ചെയ്തിട്ട് വളരെ വളരെ പവർഫുള്ളായിട്ട് ഈ ചോദ്യം പറഞ്ഞത്. ഞാൻ അതുകൊണ്ട് പറയണു, എൻ്റെ അഭിപ്രായമായിട്ട് ഞാൻ പറയണു, ആ ചോദ്യം ഞാൻ ശിരസാവഹിച്ചു, ഞാൻ തല താഴ്ത്തി. പക്ഷെ തല ഉയർത്തേണ്ടതുണ്ട് കേരള സമൂഹമേ. കേരള സമൂഹം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഞാനല്ല, ഇനി നിങ്ങളാണ്. നിങ്ങളൊക്കെ തല ഉയർത്തേണ്ടത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് തല ഉയർത്താം. നിങ്ങളുടെ ഇത്രയും എവിടെ കിടന്ന മനുഷ്യർ ഇത്രയും സ്വാതന്ത്ര്യം പ്രാപിച്ചുകൊണ്ട് നിങ്ങളുടേതായ ഒരു ലോകം കെട്ടിപ്പടുക്കാൻ പറ്റിയില്ലേ? ഒരു ലോകം കെട്ടിപ്പടുക്കുക. ഇനി ഒരു 10, 20, 30 വർഷത്തിനകത്ത് ഈ പറഞ്ഞ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാവും. നിങ്ങൾ വിചാരിച്ചാൽ, ഞാൻ വിചാരിച്ചാൽ നടക്കൂല. എനിക്കിത് പറയാൻ ഇനി പറ്റൂ. എൻ്റെ കാലം കഴിഞ്ഞിരിക്കുന്നു, ആരോഗ്യം വീണിരിക്കുന്നു, സംസാരം മാത്രമേ ഇനി പറ്റൂ, മറ്റു പലതും വീണിരിക്കുന്നു. അപ്പോൾ എനിക്കിറങ്ങി ഇനി കൺവേഴ്സ് ചെയ്യണതിനും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ പുതിയ ജനറേഷൻ കുട്ടികളെ, സ്കൂളിലെ പുതിയ ജനറേഷനെ പഠിപ്പിക്കുന്ന അധ്യാപകരെ, മാനേജ്മെൻറ്റുകളെ, കോളേജ് അധ്യാപകരെ, വളരെ ടോപ്പിലോട്ട് നിൽക്കണം, വ്യത്യസ്തമായിട്ട് ചിന്തിക്കപ്പെടുന്ന ആൾക്കാരെ. കാരണം ഞാൻ ഇപ്പോഴും കണ്ടതെന്ന് പറഞ്ഞാൽ പല വീടുകളിലും കുട്ടികളുടെ വിവാഹമൊക്കെ ഇപ്പോഴും തീരുമാനിക്കുന്നത് രക്ഷകർത്താക്കളാണ്. നല്ല വിദ്യാഭ്യാസമുള്ള, എനിക്ക് ഒരുപാട് പേര് അറിയാം, നല്ല വിദ്യാഭ്യാസമുള്ള എന്ന് പറയുന്നേക്കാളും ഞാനിവിടെ പല ടീച്ചേഴ്സ്മാരെ എനിക്കറിയാം. അവരുടെ വീട്ടിനകത്ത് ടീച്ചർമാരെന്ന് പറയുന്നത് നോക്കി എത്ര ജനറേഷൻ സൃഷ്ടിക്കുന്നത്. അവരുടെ വീട്ടിനകത്ത് പോലും അവരുടെ മക്കളുടെ വിവാഹകാര്യം ഡിസിഷൻ എടുക്കുന്നത് ഇവരായി മാറിക്കൊണ്ടിരിക്കും. ഇവർ തന്നെയാണ് ഇപ്പോഴും.